പഴയ നിയമത്തിൽ എഴുതപ്പെട്ടു, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു, സ്വയം സ്നേഹിച്ചതുപോലെയല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. കാരണം ഈശോയ്ക്ക് അറിയാം, നാം നമ്മോട് പോലും ചില സമയങ്ങളിൽ ക്ഷമിക്കില്ല. സ്വയം ക്ഷമിക്കാത്ത യൂദാസിന് സംഭവിച്ചത് നമുക്കും സംഭവിക്കാം. ഞങ്ങളുടെ ഫൊറോന പള്ളിയോടനുബന്ധിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. മാതാവിൻ്റെ ബഹുമാനാർത്ഥം ലാസലേറ്റ് മിഷണറിമാർ മലമുകളിൽ നിർമ്മിച്ചതാണത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൽ ഫൊറോനയിലെ യുവാക്കൾ നടത്തിയ കുരിശിൻ്റെ വഴി ഈ മലമുകളിലേക്കായിരുന്നു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈശോ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് കുരിശിൻ്റെ വഴിയിൽ നാം ധ്യാനിക്കുന്നു. തഴയപ്പെട്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോഴും കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും ചാവരുള്ളായി പറഞ്ഞൊരു വാക്യം, പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു. അതായിരുന്നു അവിടുത്തെ സ്നേഹം. പരിമിതികളുള്ള മനുഷ്യൻ്റെ അളവുകോലിൽ ദൈവത്തെയും അളക്കാമോ? സ്വയം ത്യജിച്ചാലേ കുറച്ചെങ്കിലും ആഴമായി ഈശ്വരനെ അറിയുവാനും അനുഭവിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. യേശു പറഞ്ഞു, ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം തന്നെയാണ് നമുക്ക് ചുറ്റും. അതുകൊണ്ട് നാം പറയുന്നത് കേൾക്കാൻ ഈശ്വരന് നേർച്ചകളും ഉച്ചഭാഷണിയും വേണ്ട. നമ്മിലുള്ള നമുക്ക് ചുറ്റുമുള്ള ആ ഒരംശത്തെ സ്നേഹിച്ചാൽ, തൊട്ടാൽ നാം സ്പർശിക്കുന്നത് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ തന്നെയാണ്. ദൈവം നിറഞ്ഞു നിൽക്കുമ്പോഴും കടലിൽ വീണ വാട്ടർ പ്രൂഫ് വാച്ച് പോലെയാണ് ചില മനുഷ്യർ. ദൈവം അകത്ത് കിടക്കുവാൻ അവർ അനുവദിക്കുകയില്ല. അടുത്തുണ്ടായിട്ടും പ്രാർത്ഥന കേൾക്കാത്ത ദൈവം, അതൊരു പരാതിയാണ്. വൈരുദ്ധ്യങ്ങളായി പ്രാർത്ഥനകൾ കേട്ട ദൈവം. ചിലർക്ക് മഴ വേണം, ചിലർക്ക് മഴ വേണ്ട. നെയ്മച്ചരുടെ ചോദ്യം, പാപിനിയെ കല്ലെറിയണോ വേണ്ടയോ? എറിയാം, എറിയാതിരിക്കാം. പക്ഷേ ഈശോ നൽകിയ ഉത്തരം ഉന്നതമായിരുന്നു. പാപമില്ലാത്തവൻ ആദ്യം എറിയട്ടെ. അത് പശ്ചാത്താപത്തിനുള്ള ഒരു ക്ഷണമായിരുന്നു. അത് മനസ്സിലാക്കാതെ കൈകൾ കാലിയാക്കി സർവരും സ്ഥലം വിട്ടു. പ്രാർത്ഥനകളിൽ നമുക്കുള്ള ഉത്തരങ്ങൾ കേട്ടു മനസ്സിലാക്കാതെ നാമും കളം കാലിയാക്കാറുണ്ടോ? ശിഷ്യരുടെ കാൽ കഴുകി ഈശോ പറഞ്ഞു, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ. ശിഷ്യരുടെ എന്നല്ല, മാതാപിതാക്കളുടെ കാലുകൾ കഴുകുവാൻ പോലും നാം മടിക്കും. നമ്മുടെ സ്നേഹം ചിന്തയിൽ മാത്രമാണ്. അടുത്ത പെന്തക്കോസ്തയ്ക്ക് ഒരുങ്ങുമ്പോൾ കുരിശിൻ്റെ വഴിയിലൂടെ ഒരു തീർത്ഥാടനം ആശംസിക്കുന്നു. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.